ഞാനെണ്ണില്ല 1 2 3 go. Hey guys, welcome back to Team T20. Yes. And എന്തായിരുന്നു ബെസ്റ്റ് അപ്പോ why name Team T ചത്തറ തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? എങ്ങനെയാണ്? Hey guys, welcome back to Team T20. Yes. അങ്ങനെ 3 കൊല്ലം മുന്നേ പോസ്റ്റ് ചെയ്തൊരു ക്യൂആൻഡി ഞങ്ങൾ ആൻസർ ചെയ്യാൻ പോവാണ് ഗൈസ്. അതും നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് 1 വർഷമായി ഗൈസ്. അതെ, നോട്ട് ദ പോയിന്റ്. 1 കൊല്ലം. അപ്പോ നമ്മുടെ 3 കൊല്ലം പഴക്കമുള്ള ക്വസ്റ്റ്യൻസ് ആണത്. അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ എഴുതി പൂജക്കാരൻ എഴുതി നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എപ്പോഴും മെയിൻ ആയിട്ട് വരുന്ന ലൈക്ക് ഒരു ടോപ്പ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞങ്ങൾ ആൻസർ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കടക്കുന്നതായിരിക്കും. വൈ ടീം T20, എന്താണ് ടീം T20യുടെ സ്റ്റോറി, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ആൻഡ് ഞാനും പൂജ കല്യാണും സിസ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ സ്റ്റോറി. സോ നമുക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീം T20യുടെ ഒറിജിൻ എങ്ങനെയാണ്? യെസ്, ഒറിജിൻ. അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ +2 കാലഘട്ടം. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ +2ലാണ്. അപ്പോൾ +2ലാണ് എവറിത്തിങ് സ്റ്റാർട്ടഡ്. കാരണം ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ് ആയിരുന്നു ഫസ്റ്റ് തിങ്. എപ്പോഴും എല്ലാ ക്ലാസ്സിലും പുറത്തായിരിക്കും, എന്നും ചീത്ത കിട്ടുന്നതിൽ രണ്ടുപേരും ഒറ്റക്കെട്ടായിരുന്നു. ഫസ്റ്റ് പീരീഡ് മാത്സ് ഞങ്ങൾ ഫസ്റ്റ് പീരീഡിന് പുറത്ത്. ശരിക്കും സ്കൂളിൽ കയറി ആ ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ല, എന്തായാലും പുറത്തേക്ക് പോകുന്നതായിരിക്കും, ബാഗൊക്കെ പുറത്തേക്ക് വെച്ചാൽ മതി. ആ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡ്രാമ, ഇത്രയും പൂവില് കിട്ടിയ ഡ്രാമ ഓർഗനൈസ് ചെയ്തൊരു ടീം വീണ്ടും ഞങ്ങൾ തന്നെയായിരിക്കും. അതെ, അത്രയും വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു പോയിന്റിലാണ് എന്ത് കൂവലും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുള്ള തൊലിക്കെട്ടുണ്ടെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ് വീണ്ടും കോളേജ് ഞങ്ങൾ രണ്ടുപേരും 2 കോളേജിലായിരുന്നു. വിമല കോളേജ് തൃശ്ശൂർ, ഞാൻ പിന്നെ യെസ്. വീണ്ടും രണ്ടുപേരും ആ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു. ആ സമയത്തൊന്നും കോണ്ടന്റ് ഒരു ഇതുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും PG. പൂജ കല്യാൺ ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ് ആള് പഠിക്കാനല്ല വർക്കിന് കയറി യെലോസ് മീഡിയയില്. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വേണ്ടി ചില്ല് ചെയ്യാൻ വേണ്ടി, ആക്ച്വലി പഠിക്കാനല്ല ചില്ല് ചെയ്യാൻ ബാംഗ്ലൂർക്ക് ഞാനും പോയേനെ ആക്ച്വലി. പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് കിട്ടില്ല. സോ യെസ്, അപ്പോ അത് കഴിഞ്ഞ് അവിടെ എത്തി ചില്ല് ചെയ്യാൻ പോയ ഒരാളുണ്ടല്ലോ, ഞാൻ പെട്ടു എന്ന് മനസ്സിലായി. അവിടെ നാട്ടിനേക്കാളും സ്ട്രിക്റ്റ് ആയിരുന്നു കോളേജ്. വീണ്ടും വിമൻസ് ഓൺലി കോളേജിലാട്ടോ ഞാൻ പോയത് ബാംഗ്ലൂർ. ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അതെ, ഞാൻ ജനിച്ച് വീണതേ ഗേൾസ് ഓൺലിയിലാണ്. ഞാൻ വീണ്ടും PG ചെയ്യാൻ ബാംഗ്ലൂർക്ക് വിമൻസ് ഓൺലി കോളേജ് തപ്പി ഞാൻ പോയി. അങ്ങനെ അവിടെ എത്തി പെട്ടു എന്ന് മനസ്സിലായി. ആ സമയത്താണ് എനിക്ക് ആ കോണ്ടന്റ് ക്രിയേഷന്റെ ആ ഒരു നമുക്ക് എന്താ ഒരു പോയിന്റ് നമുക്ക് ഇത് ചെയ്യണം എന്ന് തോന്നില്ലേ. അങ്ങനെ ഒരു വീക്കെൻഡ് ബസ് കയറി നാട്ടിലെത്തി നേരെ പുനരെടുത്ത് പോയി. പുനരെടുത്ത് വീട് പറഞ്ഞു എനിക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ആ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടീവ് ഫ്രണ്ട് ഉണ്ടാവില്ലേ, ഏത് ഊൾ ഐഡിയ ആണെങ്കിലും യെസ് നമുക്ക് ചെയ്യാം മുത്ത എന്ന് പറയുന്നത്. അങ്ങനെ പൂജ ഓക്കെ ഫൈൻ നമുക്ക് ചെയ്ത് നോക്കാം. കാരണം ആ സമയത്ത് പൂജ മീഡിയ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചതൊക്കെ വർക്ക് ചെയ്യണ്ടോ. സോ ഷി ഹാഡ് സം ഐഡിയ. അങ്ങനെ പൂജയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മീഡിയ ത്രൂ മീറ്റ് ചെയ്തത്. അങ്ങനെ അക്ഷയ് ജെയിംസ് DP. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഐ സ്റ്റിൽ റിമെമ്പർ, നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓർമ്മയുണ്ടാവും, ഞങ്ങളൊരു മെയിൻ സ്പോട്ട് ഉണ്ട് എസ്തെറ്റിക് പൂജ കല്യാണിന്റെ വീണ്ടും മുന്നിൽ ഒരു മരം. അങ്ങനെ അതിന് താഴെ ഞങ്ങൾ 3 പേരും ഇരുന്ന് ഡിസ്കഷൻ ലൈക്ക് വൺ ഡിസ്കഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അക്ഷയ് പറഞ്ഞു ഞാൻ ക്യാമറ ചെയ്യാം. പൂജ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാമറ അതുപോലെ തന്നെ ബാക്കിയുള്ള ആക്ടിങ് എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കും. അങ്ങനെ 3 പേരും സെറ്റായി. ആൻഡ് ദേർ ഹാപ്പൻഡ് ടീം T20യുടെ ഫസ്റ്റ് വീഡിയോ. സോ വൈ നെയിം ടീം T20? അതാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. 2019 നമ്മൾക്ക് ബേസിക്കലി വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം വീഡിയോ ഒക്കെ പ്രൊഡക്ഷനും ഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. സോ ഇപ്പൊ നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. അത്രയ്ക്കും പൂർ പ്ലാനിങ്ങിലുള്ള മറ്റൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവിടെ ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നു. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ ഒരു പേര് വേണമല്ലോ. അതെ, ആ സിറ്റുവേഷൻ ആലോചിക്കണം. നമ്മുടെ വീഡിയോ കയ്യിലുണ്ട്, അതൊരു വാലന്റൈൻസ് വീഡിയോ ആണ്. അപ്പോൾ February 13 എല്ലാം കഴിഞ്ഞ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ആ വീഡിയോ നമ്മുടെ കയ്യിൽ ഫൈനൽ പ്രൊജക്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഇത് റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ 3 പേര്, ഞാൻ പൂജ കല്യാൺ ആൻഡ് അക്ഷയ് ജെയിംസ്, ഞങ്ങൾ 3 പേരാണ് ഇരുന്നിട്ട് അല്ല ഇതിനൊരു പേരിട്ടെങ്കിലല്ലേ ഇത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, ചാനലൊരു പേര് വേണ്ടേ. പൂജ പറഞ്ഞ അത്രയും പ്ലാനിങ്. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഓക്കെ ഫൈൻ എന്ത് പേര് വേണം, പല പേരുകൾ. അതായത് അന്നത്തെ കാലത്ത് ഈ നൊസ്റ്റാൾജിയ പിടിക്കുന്ന ടൈമായിരുന്നു. അതെ, അത് ChatGPT ഇല്ല, ചോദിക്കാൻ പോലും ആരുമില്ല. അത് ഇത് എന്തൊക്കെയൊക്കെയോ പേരുകൾ നമ്മൾ
വന്നു, അപ്പോഴത്തേക്കും നമ്മുടെ മദാമ ടൈനി ടീൽസ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഐ സ്റ്റിൽ ലൈക്ക് ദാറ്റ് നെയിം. ഓക്കെ, സോ അങ്ങനെ ഉള്ള ഇതൊക്കെ ഈ മലയാളികൾക്ക് പറ്റിയ പേരാണ്. അങ്ങനെ ഒരു സംഭവം വരട്ടെ. അങ്ങനെ ഞങ്ങളല്ല നമ്മുടെ മെയിൻ ആള് അക്ഷയ് ജെയിംസ് കണ്ടുപിടിച്ച പേരാണ് ടീം തീവണ്ടി. ബിക്കോസ് അവൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി മുതൽ വീഡിയോസ് ട്രെയിനിന്റെ ബോഗി പോലെ വരി വരിയായിട്ട് ഇട്ട് തുടങ്ങും. തോട്ട് നല്ലൊരു തോട്ടായിരുന്നു. വരി വരിയായിട്ട് അത്രയും ആ സ്ട്രെസ് നിങ്ങൾ ശ്രദ്ധിക്കണം. വരി വരിയായിട്ട് ഇട്ട് തുടങ്ങും. അതിന്റെ പിന്നാലെ വീഡിയോസ് വരുന്നത് കൊണ്ട് തീവണ്ടി എന്നിടാം. പിന്നെ നമ്മളൊരു ടീമാണല്ലോ, അതെ, ടീം തീവണ്ടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സംഭവം കുഴപ്പമില്ല, ശരിയാണ്. ഓക്കെടാ നല്ലത് വെച്ച് അവൻ ഏത് നേരത്താണോ എന്തോ അത് പറഞ്ഞ അറം പറ്റിയ പോലെ ഒരു വീഡിയോ ഒരു കൊല്ലം കഴിഞ്ഞ് ട്രെയിൻ ലേറ്റ് ആയി വരുന്ന പോലെ. എന്താണെന്നറിയില്ല, ഞങ്ങൾ എത്ര ശ്രമിച്ചാലും ലേറ്റ് ആവുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ ആ പേരിന് ജസ്റ്റിസ് കൊടുക്കുന്നു. അതെ, അത് കൂടാതെ ആ സമയത്തും കൂടിയാണ് ടോവിനോയുടെ തീവണ്ടി മൂവിയും കൂടി ഇറങ്ങിയിട്ടുള്ളത്. അതെ, അതുകൊണ്ട് ആൾക്കാർ ടീം തീവണ്ടി എല്ലാം ചോദിക്കുമ്പോൾ ഞങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ. And the third question, Pooja Kalyan and Krishnanjali Mohan siblings ആണോ? No. ഞങ്ങള് പറഞ്ഞല്ലോ we act like siblings but we are not siblings. അതെ, ഞങ്ങൾ +2 ആണ് മീറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന്റെ ഗെയിം ഒക്കെ കളിക്കാന്ന് വിചാരിച്ച് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത ആളാണ് ഞാൻ. അവിടെ പോയപ്പോ എന്നെക്കാളും വലിയ മണ്ടനെ കണ്ടു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ തുടക്കം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. കുറെ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, അത് ഫോൺ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഞങ്ങൾ കുറച്ചൊരു ക്രിയേറ്റീവ് ആണെന്ന് വെച്ചിട്ട് ഈ ക്ലാസ്സിന് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റ് കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ എഴുതിയത് പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. അതായത് അത് വേറൊരു വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിനക്ക് തന്നെയാണ്. പൂജ ചേച്ചി റിയൽ ലൈഫിൽ ദേഷ്യക്കാരിയാണോ? കാരണം മോസ്റ്റ് വീഡിയോസിൽ ദേഷ്യക്കാരിയാണല്ലോ. ഞാൻ അങ്ങനെ ദേഷ്യക്കാരി എന്നല്ല, അങ്ങനെ ചെയ്യലേ അവിടെ കളിക്കാൻ ഞാൻ ദേഷ്യപ്പെടാറുന്നില്ല. കണ്ടില്ലേ? സിമ്പിൾ. ഐ എം ടേക്കിംഗ് നെക്സ്റ്റ് വൺ. ഇത് എനിക്ക് തന്നെയാണല്ലോ ആവശ്യം. പൂജി എനിക്ക് തോന്നുന്നു പൂജയുടെ ക്വസ്റ്റ്യൻസ് എന്റെ കണ്ടിട്ടിരിക്കുന്നത്. അല്ലല്ല, ഇത് ടെക്നിക്കാലിറ്റി ശ്രദ്ധിക്കണേ ക്വസ്റ്റ്യൻ. പൂജേച്ചി ആർ യു സിംഗിൾ? ചേച്ചി വിളിച്ചിട്ട് സിംഗിൾ എന്ന് എന്തിനാ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ യെസ്, ഐ എം സിംഗിൾ. സൂപ്പർ ഡ്യൂപ്പർ സിംഗിൾ. പോരാത്തതിന് തൊലിഞ്ഞിരിക്കുകയാണ്. സൂപ്പർ ഡ്യൂപ്പർ സിംഗിൾ, ഐ റിപ്പീറ്റ്. മറ്റേ ചേച്ചിന്ന് വിളിച്ച ഏതാണ് വലിയ ഊസ്നാണല്ലോ എൻ്റെ അമ്മേ. ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഞങ്ങൾ കുറെ കാലമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് അറിയാം എന്ത് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്നാൽ ഒരു മിനിറ്റ് ഞാൻ വായിച്ചുതരാം. വായിക്കാൻ പറ്റുന്നില്ല. വീഡിയോസ് എല്ലാം വുമൻ ഓറിയന്റഡ് ആണെന്ന് കുറെ പേർ കമന്റ്സിൽ പറയുന്നു. എന്നാൽ ആൺപിള്ളേരെ അധികം പരിചയമില്ലാത്തത് കൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്ത എന്നും പറയുന്നു. പ്ലീസ് ക്ലാരിഫൈ. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തായ അതുൽ സജീവ്, നമ്മുടെ സ്വന്തം ട്രോളൻ അതുൽ സജീവാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് യെസ്, അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഞങ്ങളുടെ ഒരു സ്റ്റോറി തന്നെയാണ്. ഞങ്ങൾ മുന്നേ മെൻഷൻ ചെയ്തല്ലോ, ജനിച്ച് വീണത് ഗേൾസ് ഓൺലി, പിന്നെ കോളേജ്, അങ്ങനെ വിമൻസ് ഓൺലി, അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. സോ മോസ്റ്റ്ലി ഞങ്ങളുടെ ഒരു സർക്കിൾ വരുന്നത് ഗേൾസ് തന്നെയാണ്. അപ്പോൾ പറയില്ലേ, വിളിച്ചാൽ വരുന്ന എല്ലാം ഫ്രണ്ട്സ് ആണ്. പിന്നെ ഞങ്ങളുടെ സ്റ്റോറി, ഞങ്ങളുടെ ഒരു വീഡിയോസ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഞങ്ങളുടെ ലൈഫ് തന്നെയാണ്. ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ കുറച്ച് ട്വീക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫണ്ണി എലമെന്റ്സ് കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് വീഡിയോ ഇറക്കി വിടുന്നത്. അപ്പോൾ ബേസിക്കലി വുമൻ ഓറിയന്റഡ് ആയതല്ല, പക്ഷേ ഞങ്ങളുടെ സ്റ്റോറി വരുന്നത് ആ രീതിയിലാണ്. ആൻഡ് പൂജ പറഞ്ഞ പോലെ വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. കാരണം എല്ലാം ഞങ്ങളുടെ സ്റ്റോറി തന്നെയാണ് ഇൻ എ വേ. അപ്പോൾ യെസ്, ഐ ഹോപ്പ് വി ആൻസർഡ് ദ ക്വസ്റ്റ്യൻ. ആമ്പിള്ളേരെ പരിചയമില്ലാത്തതുണ്ട് ഇത് പറയുക. അങ്ങനെയല്ല, നമ്മുടെ വീഡിയോസിൽ ബോയ്സ് ഉണ്ട്, എന്തായാലും ബോയ്സ് ഉണ്ട്. അത് ചിലപ്പോ എന്റെ ബ്രദർ ആയിരിക്കും, ബ്രദറിന്റെ ഫ്രണ്ട് ആയിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ ഓക്കെ ഫൈൻ ബി നീഡ് എ ഗായ്, ഡെഫിനറ്റ്ലി ഞങ്ങള് ബ്രദർ ആയിരിക്കും മോസ്റ്റ്ലി. കാരണം ഞങ്ങളൊരു വീഡിയോയിൽ ഞങ്ങൾ ഒപ്പത്തിനൊപ്പം അഭിനയിച്ച് നിൽക്കുന്ന ഒരാളാണ് സൂര്യ കല്യാൺ. അപ്പൊ ആളെന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് പല പിടിക്കണം, എന്നാലും ഹി വിൽ ഡു ഇറ്റ്. അപ്പൊ അങ്ങനെ കുറച്ചൊരു സർക്കിൾ ഉണ്ട് ലക്ലി. അപ്പൊ അവരായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ ഒത്തിരിയൊന്നും പറയാം, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. യെസ്, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റീവ് മെമ്പർ ഇൻ ദ ടീം.
ഓക്കെ, ജോക്സ് അപ്പാർട്ട്. ക്രിയേറ്റീവ് മെമ്പർ എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി 3 പേരിൽ 3 രീതിയിലാണ്. ഓക്കെ ഫൈൻ. കോണ്ടന്റ്, ഐ കം ടു ദ കോണ്ടന്റ്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും പറയുമ്പോൾ രണ്ടുപേർക്ക് ഇഷ്ടമാവില്ല. അവർ മുഖത്തടിച്ച് പറയും, ബ്ലണ്ടായിട്ട് പറയും, ദിസ് ഇസ് നോട്ട് നൈസ്, നന്നായിട്ടുണ്ട്, ഇവിടെ വേണ്ട. ഈ ഒരു ഡയലോഗാണ് പണ്ട് തൊട്ടേ ഞാൻ കേൾക്കുന്നത്, നന്നായിട്ടുണ്ട്, ഇവിടെ വേണ്ട. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഇരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യും, നോക്കി ഇത് എങ്ങനെയായിരിക്കും നമുക്കൊരു യൂട്യൂബിൽ കുഞ്ഞൊരു ഐഡിയ പൊളിച്ച് സംഭവത്തിലേക്ക് ആ ഒരു പൊളിച്ച് വേണ്ട ക്രിയേറ്റിവിറ്റിയാണ് പൂജകളിനുള്ളത്. ബിക്കോസ് ആ ഒരു ഐഡിയ എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഓഡിയൻസ് എങ്ങനെയായിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഷീ വിൽ ഡു ഇറ്റ്. ആൻഡ് അത് കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിലേക്ക് കടക്കുമ്പോൾ ഏത് ആംഗിൾ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഷൂട്ട് ചെയ്ത ഡ്രസ്സും ഉണ്ടായിരിക്കും. നമ്മുടെ ഈ കണ്ടന്റിലുള്ള കുഞ്ഞു കുഞ്ഞു കുറവുകളൊക്കെ കാണാതെ പോകുന്നത് അതിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ആ ഒരു ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുന്നത് അക്ഷയ് ജെയിംസ് ആണ്. അങ്ങനെ 3 പേര് 3 രീതിയിൽ ക്രിയേറ്റീവ് ആയതുകൊണ്ട് ഹൈ ക്വാളിറ്റി കോണ്ടന്റ് വി ആർ ഏബിൾ ടു ഗിവ് യു. സോ യാ, യെസ്, നമ്മളെല്ലാരും ഭയങ്കര ക്രിയേറ്റീവ് ആട്ടാ. അതെ. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണോ? പ്ലീസ് പറയാമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞങ്ങളൊക്കെ വർത്താനം കേട്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഈ ആൻസർ പൂജ പണ്ട് തൊട്ട് ഈ ഒരു രീതിയിൽ തന്നെ ആൻസർ ചെയ്യുന്നത് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. കാരണം അവൾക്ക് എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ, ഇത് എല്ലാ വീഡിയോസിന്റെ താഴെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലേസ് പറയുന്നു ഏത് നാട്ടുകാരാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഹേർട്ട് ആവും. പറയണം, സംസാരം കേട്ടറിയില്ല തൃശ്ശൂക്കാർ കാര്യമില്ല. ആ ഒരു സംഭവം പ്രൗഡ് തൃശ്ശൂക്കാർ. അതെ. ഒരുമിച്ച് പഠിച്ചവരാണോ? യെസ്, ഒരുമിച്ച് പഠിച്ചവരാ. ഒരുമിച്ച് പഠിച്ചോന്ന് വെച്ചാൽ ഒരു സ്കൂളിലായിരുന്നു. അതെ, സ്കൂളിലായിരുന്നു എൻ്റെ അമ്മ. ഓക്കെ ഓക്കെ. കൃഷ്ണേച്ചി ജീൻസ് ടോപ്പ് ഒക്കെ എവിടെ നിന്ന് എടുക്കാറ്? എല്ലാം അടിപൊളിയാണല്ലോ. അത് ഇവളുടെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയത്. അപ്പൊ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പല പല വഴിയിൽ നിന്നാണ്. തൃശ്ശൂരിലുള്ള ഒരു കട പോലും ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. അപ്പോ യെസ്, ആൻഡ് താങ്ക്സ് അഗൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ബിഹൈൻഡ് യുവർ ചാനൽ ആൻഡ് ഹൗ എവ്രി വൺ കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ. നല്ല ഹാൻഡ് റൈറ്റിംഗ്. താങ്ക് യു. അവൾക്കത് അവളെ എഴുതിയ കാരണം അവൾക്ക് അറിയാം എന്താ എഴുതിയിരിക്കുന്നതെന്ന്. യെസ്. അപ്പോൾ ഹൗ നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് ടീം തീവണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നതെന്ന്. പക്ഷെ ഞങ്ങൾ ആകെ ഒരു ക്രിസ്പായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെയാണ് 3 പേര് ഡിസൈഡ് ചെയ്തത്. പക്ഷേ ഇതിലൊരിക്കലും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ലാതെ ദിസ് വുഡന്റ് ഹാപ്പൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വി വെന്റ് സ്ട്രേറ്റ് ടു പ്രമോദേട്ടൻ. പ്രമോദേട്ടന്റെ യെല്ലോസ് മീഡിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് മറ്റേ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരുന്നു ക്യാമറ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനൊരു ആവശ്യമൊക്കെ എടുത്തുകൊണ്ട് പോക്കോ. അതെ, ഒരു ചോദ്യം പോലും ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചോദിക്കട്ടെ. പക്ഷെ യെസ്, അങ്ങനെ എടുത്തോ ചെയ്തോ ഫുൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എല്ലാവരും നമ്മുടെ ജസ്റ്റ് ക്യാമറ കൊണ്ട് മാത്രമല്ല, ഈവൻ ആ ഒരു മീഡിയയിലെ ടീമായിട്ടാണെങ്കിലും എന്ത് ഷൂട്ടിനാണെങ്കിലും എപ്പോഴും അവരൊരു ഹെൽപ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെയുള്ളവരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ അവിടെ കാണാം. സ്പെഷ്യാലിറ്റീസ് ഇത് പ്രമോദന്റെ വീടാ, നമ്മൾ അവിടെ ഇരുന്നിട്ടാണ്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞിട്ടും we are still here and she's still supporting. So yeah, and who's behind എന്ന് വെച്ചാൽ വളരെ ഒരു സപ്പോർട്ടീവ് പില്ലർ. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ വീഡിയോസിൽ വന്നിട്ടുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളതുകൊണ്ടാണ് ടീം തീവണ്ടി ഫോം ആയത്. കാരണം ഇങ്ങനെ ഇന്ന ആളാണ് ബിഹൈൻഡ് അല്ലെങ്കിൽ ഇന്നൊരു ഇതാണ് അങ്ങനെ ഒന്നുമില്ല. കാരണം എല്ലാവരും ഓരോ രീതിയിൽ കോൺട്രിബ്യൂട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, we are forever grateful for that. Yes. And how was casted എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾ കഥ എഴുതുമ്പോൾ നമ്മുടെ ആശാൻ ബാഹുബലിയുടെ കഥയും കൊണ്ടാണ് വരിക. അവൾക്ക് 16 പേര് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒക്കെ കാണും. നമ്മളത് വെട്ടി കുറച്ച് ക്രിസ്പാക്കി എന്നാലും ഒരു എക്സ്റ്റേണൽ ക്യാരക്ടർ വേണം, ഒരു ആന്റിയുടെ റോളാണ് അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്താ ഇപ്പൊ ചെയ്യുക നോക്കുമ്പോൾ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ആന്റി റോസ് ആന്റി ഉണ്ട്. നമ്മുടെ ആള് ചുമ്മാ ആടിനെയും കൊണ്ട് നടന്നു പോയി ചേച്ചി തീർച്ചയായിട്ടും പാവത്തിനെ കൊണ്ട് നമ്മൾ അഭിനയിപ്പിക്കും. അതേപോലെ ഓരോരോ ക്യാരക്ടേഴ്സിനെ പറ്റിയ ആൾക്കാർ നമ്മുടെ ഏകദേശം ഭാഗത്തൊക്കെ തന്നെ കാണും. എല്ലാവരും പോയി പിക്ക് ചെയ്യുന്നു. അതെ, അതെനിക്ക് ഞാനിപ്പോഴും ആലോചിക്കുക. അവർ ഇമ്പൾസീവ് തോട്ടായിരുന്നു. ആ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്, ആളോടൊന്ന് ചോദിച്ചോ, ആൾ അഭിനയിച്ചു അവർ അഭിനയിച്ചു. ആൻഡ് അതിന് എത്ര നല്ല കമന്റ്സ് ആണെന്നറിയോ, ഗ്രേറ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞു. അതേപോലെ ഇപ്പൊ നമ്മുടെ അമ്മ അടുക്കളയിൽ ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുമോ, അപ്പൊ ഒരു അമ്മ ക്യാരക്ടർ വേണ്ടി വരും. അമ്മ ഒരു 5 മിനിറ്റ് തന്നെ എന്നിട്ട് നേരെ അമ്മേനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുക. അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും. അടുത്ത വളരെ ഇത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ, ലൈക്ക് എന്താണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന്. ബട്ട് ഐ ട്രൈ ടു റീഡ് ആക്ച്വലി. ഇത് എനിക്ക് ഞാൻ ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കുകയാണ്. ഗേൾസ് മെയിൻ ആയൊരു ചാനൽ തുടങ്ങിയപ്പോൾ
നിരുത്സാഹപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ നിരുത്സാഹത്തിന് മലയാളം വാക്കാണ്. നിങ്ങളെ പോലെ ബാക്കി ഗേൾസിന് ഒരു മോട്ടിവേഷൻ കിട്ടും. കാരണം അവരും ഇത് 3 part ക്വസ്റ്റ്യനാ. അതാ ഞാൻ ഈ കുഞ്ഞു ബിറ്റിൽ എഴുതുമ്പോ കുഞ്ഞിതൊക്കെ എഴുതിയത്. ബിറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയാണ്. സ്റ്റാർട്ടിങ് സമയത്ത് ആരെങ്കിലും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ അത് ഓവർകം ചെയ്തത്? ആൻഡ് ഒരു മോട്ടിവേഷണൽ ബിറ്റ് ലൈക് ഫോർ ദ ലൈക് ഓൾ ദ ഗേൾസ് ഔട്ട് ദെയർ, ലൈക് ഈ ഒരു ക്രിയേഷൻ കോണ്ടന്റിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ ഇതില് ശരിക്കും ഞങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു സ്റ്റോറി ആയിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ഇത്രയും പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് അങ്ങനെ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ വന്നു, റാൻഡം ആയിട്ട് ഡിസൈഡ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ്, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി, സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു സർക്കിൾ, ഇമ്മൻസി സപ്പോർട്ടായിരുന്നു എല്ലാ സൈഡിൽ നിന്നും. എല്ലാവരും നിങ്ങൾ ചെയ്യ്, ഈവൻ ബ്ലണ്ട് ആയിട്ട് ഇത് മോശമായിരുന്നു എന്ന് പറയാൻ പോലും അതൊരു സപ്പോർട്ടാണല്ലോ. കാരണം അങ്ങനെ ഒരു ക്രിട്ടിസൈസ് കേട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ലക്കിലി നമുക്ക് അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഇതൊന്നും എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. പക്ഷെ ഇപ്പോ റീസെന്റ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, എല്ലാവരും കല്യാണം കഴിഞ്ഞു. കുറെ പേര് UK എല്ലാവരും കുറെ പേര് UK പോയി, കുറെ പേര് കല്യാണം കഴിഞ്ഞു, അപ്പൊ മൂവ് ചെയ്തു. അപ്പൊ പണ്ടത്തെ പോലെ ആ ഒരു സർക്കിൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ കോളേജിൽ ഇപ്പൊ ഒരു വീക്കെൻഡ് ആണെങ്കിൽ വിൽ ബി ഫ്രീ, നമുക്കറിയാം ഫ്രീ ആണ്. പക്ഷെ ഇനി ഇപ്പോ എന്ന് പറയുന്നത് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന്. ഇപ്പൊ ഫ്രണ്ട്സിനെ വിളിച്ചാൽ കിട്ടില്ല. അപ്പൊ നമുക്ക് എല്ലാ ടൈമും ബാലൻസ് ചെയ്ത് ഓക്കെ ഫൈൻ, ഓക്കെ നീ അന്നാണല്ലോ ഫ്രീ. ഇപ്പോൾ ഈ ചില ആൾക്കാർ കുട്ടീനെ, അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര ഒരു റിയലി ഗ്രേറ്റ്ഫുൾ. കുട്ടീനെ കൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക, ഞങ്ങൾ അഭിനയിക്കാൻ കുഴപ്പമൊന്നുമില്ല, കുട്ടീനെ കുറച്ച് നേരം നിങ്ങൾ നോക്കിയാൽ മതി, അത് ഇതിലായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് അങ്ങനെയാണ് ഇപ്പൊ ഒരു ഷൂട്ടിലെ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ. മോട്ടിവേഷൻ പറയുകയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അതെ, അത്രേ ഉള്ളൂ. എന്തെന്നാലും നമുക്ക് നോക്കാം, ഡീൽ ചെയ്യാവുന്ന കേസുള്ളൂ. അതെ. പിന്നെ ഗേൾസ് എന്ന രീതിയിൽ കോമന്റ്സ് ആണെങ്കിലും നമുക്ക് അങ്ങനെ കരയിപ്പിക്കുന്ന റീസെന്റ്ലി കുറച്ച് ബോഡി ഷേമിങ് അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതാണെങ്കിലും ഓൾ ദ ടൈം ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചത്. ഇപ്പൊ എന്ത് കമന്റ്സ് വന്നാലും ആ ഒരു റിയാക്ഷൻ ആണ്. Who is most laziest member in the team? Who is most creative member in the team? രണ്ടും എന്റെ അഭിപ്രായത്തില് എല്ലാവരും പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അക്ഷരീംസ് ആണ്. അവനെ ലേസി അതേപോലെ അതെ, എക്സ്ട്രീം ക്രിയേറ്റീവ്, എക്സ്ട്രീം ലേസി. ആരാണ് കൂടുതൽ സമയം മേക്കപ്പിന് ചെലവഴിക്കുന്നത്? മേക്കപ്പ് എന്താണെന്ന് അറിയില്ല, ബട്ട് ഐ ട്രൈ. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് ടൈം. What would your reaction to negative comments? Who is the foodie in this team? ഫുഡിന്ന് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു വരി കഴിക്കുന്നില്ല. അങ്ങനെ ആ ക്വസ്റ്റൻ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി മീ. പക്ഷെ ഒരു ഫുഡിന്ന് പറയുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പല പല ഡിഫറെന്റ് ക്യൂസീൻ, നമുക്ക് എല്ലാ ഹോട്ടലിലും പോയിട്ട് പറയുന്ന ഒരാളാണ് ഫോർ മീ ഒരു ഫുഡി. അത് ഡെഫിനറ്റ്ലി പൂജ ആൻഡ് അക്ഷയ് ജെയിംസ് ആണ്. സപ്പോർട്ടീവ് ആണ്. എനിക്ക് എന്ത് കിട്ടിയാലും അവസാനം ബിരിയാണി ഉണ്ടാവും. അത് വേറെ. എന്റെ ക്വസ്റ്റ്യൻ വായിക്കുമോ? പ്ലീസ് റീഡ് മൈ നെയിം ഓൾസോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീം തീവണ്ടി. ഇത് അന്ന് വന്ന് കമന്റിന്റെ യൂസർ നെയിം ഇല്ല, പക്ഷെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഹായ്, വി മിസ് യു ടു. പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും തിരിച്ചറിയാറുണ്ടോ? ഉണ്ട് കുറെ പേര്. പക്ഷെ എനിക്കറിയാം, ചെറിയ പിള്ളേര് വന്നിട്ട് തീവണ്ടി ചേച്ചിയില്ലേ, ചില സമയത്ത് ആലോചിക്കുന്നതാണോ ഞങ്ങളുടെ ഓഡിയൻസ്? ഓ മൈ ഗോഡ്. തിരിച്ചറിയാറുണ്ട്. തൃശ്ശൂർ കൊച്ചി മോസ്റ്റ്ലി. അങ്ങനെ ഭയങ്കരമായ സംഭവം ഒന്നുമല്ല, എന്നാലും ആൾക്കാർ കണ്ടാവന്ന് സംസാരിക്കാറുണ്ട്. നിങ്ങളും കണ്ട് മനസ്സിലായ വന്ന് സംസാരിക്കൂ പ്ലീസ്. അതെ. നിങ്ങളുടെ ടീം ഇൻസ്പിറേഷൻ ആരാണ്? ടീം ഇൻസ്പിറേഷൻ എനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ നോക്കി ട്രൈ തോന്നിയിട്ടുള്ളത് മോസ്റ്റ്ലി സെയിനാണ്. ഞാൻ ആ വീഡിയോസ് കണ്ടാണ് എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം, PG കാലഘട്ടം കഴിഞ്ഞത്. പിന്നെ ഡെഫിനറ്റ്ലി ഫിൽട്ടർ കോപ്പി. അങ്ങനെ ഈ ഒരു ചാനൽ ലൈക്ക് ബോത്ത് ചാനൽസ് ആണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലേറ്റർ ഓൺ ഇപ്പോൾ കുറേ ലൈക്ക് നമ്പർ ഓഫ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണ് ഇപ്പോൾ കൺസിസ്റ്റന്റ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ 2 ചാനൽ ഫിൽട്ടർ കോപ്പി ആൻഡ് മില്ലി സിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാരന്റ്സിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് ടുവേർഡ്സ് യുവർ ചാനൽ ആൻഡ് വീഡിയോസ്? എല്ലാവരുടെയും, നമ്മുടെ എല്ലാവരുടെയും വെരി സപ്പോർട്ടീവ്, ഭയങ്കര സപ്പോർട്ടീവ്. നമ്മുടെ വീട്ടുകാരെല്ലാവരും വീഡിയോയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് അഭിനയിപ്പിക്കും. എനിക്ക് എന്റെ ആഗ്രഹം നമ്മുടെ നാട്ടിലും വീട്ടിലുള്ള എല്ലാവരും യൂട്യൂബിൽ വരണമെന്നാണ്. എല്ലാവരും ആക്ടേഴ്സായി മാറണം. അതെ. അബൌട്ട് ഗേൾസ് ഓൺലി കോളേജസ് എന്താണ് പറയാനുള്ളത്? ഗേൾസ് ഓൺലി പഠിക്കുന്ന ആൾ എന്ന നിലയിൽ ഞങ്ങൾ പഠിച്ചിരുന്ന
പഠിച്ചിരുന്ന സമയത്തുള്ള പോലെയല്ല ഇപ്പൊ. അത് നമുക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടാൽ ഞങ്ങൾ ഇറങ്ങാൻ കാത്തിരിക്കുന്നു. അസൂയോടെയാണ് ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണുന്നത്. പക്ഷെ ഞാനൊക്കെ പഠിക്കുമ്പോ ഞാൻ കുറച്ച് എന്നാലും നമ്മുടെ ബാച്ച് ഒക്കെ ഉള്ളപ്പോ ഫോണല്ല ഇവിടെ അല്ല. ഫോണെങ്ങാനും പിടിച്ച 50 രൂപ 100 രൂപ ഫൈൻ വീട്ടുകാർ വരണം. അയ്യോ എൻ്റെ ഒക്കെ പേര് സെന്റ് മേരീസ് കോളേജ് പോയി ചോദിച്ചാൽ മതി. അയ്യോ എൻ്റെ പോലെ. ആൻഡ് കുറച്ച് കോൺവെന്റ് കോളേജസിൽ പഠിച്ചതിൻ്റെ ആ ഒരു സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും നല്ല അനുഭവങ്ങളാണ് അവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതെ, ഫ്രണ്ട്സിനെ കിട്ടി. കുറെ നല്ലൊരു ഗേൾസ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ആ ഒരു കോളേജ് ലൈഫ് കാരണം. അതിൽ ഞങ്ങൾ ആകെ കൂടി ആയിരുന്നിട്ട് ഫ്രണ്ട്ഷിപ്സ് നമ്മൾ ചെറിഷ് ചെയ്യുന്നു. സോ കോളേജിനോട് ഗ്രേറ്റ്ഫുൾ. അത് അത്ര അതിന് വേണ്ടി മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സംതിങ് യു ലേൺഡ് ഇൻ ദിസ് തീവണ്ടി ജേർണി. പറഞ്ഞോളൂ. സംതിങ് യു ലേൺഡ്, ഐ ഹാവ് ലേൺഡ് എ ലോട്ട്. എഡിറ്റിംഗ്. അതെ, അതൊക്കെ ഒരു പാർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്ര സ്റ്റോറി പറഞ്ഞതിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം ഒരു ഐഡിയ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ, എങ്ങനെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് ഒന്നും അറിയണ്ടായിരുന്നില്ല. ഒരു എഡിറ്റിംഗ് പോലും, ബേസിക് എഡിറ്റിംഗ് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഈ ഒരു ജേർണിയിൽ ഇതൊക്കെ പഠിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ലൈക്ക് ഫ്രം ഷൂട്ടിംഗ്, എഡിറ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ്, അത് എങ്ങനെയാണ് സ്ട്രാറ്റജൈസ് ചെയ്യുക. സോ എവറിത്തിങ് ഐ ഹാവ് ലേൺഡ് ഇൻ ദിസ് ജേർണി. അത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി ഒരു കാര്യം ഞാൻ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെയിൻ തിങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തോട്ട്സ് ഉണ്ടായിരുന്നു. ആൾക്കാർ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, ആൾക്കാർ എന്തായിരിക്കും പറയുക, വാട്ട് ഇഫ് ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ഇതാണോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ, അങ്ങനെ ഭയങ്കര ഒരു റിലീസിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നൊക്കെ എനിക്ക് ഇത്ര തോട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റൈറ്റ് നൗ ഐ റിയലൈസ്ഡ്, കാരണം നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എല്ലാവരും ഒന്ന് പോസിറ്റീവ് എൻ്റെ അമ്മ അടിപൊളി വീഡിയോ പറയാനേ പോകുന്നില്ല. എപ്പോഴാണെങ്കിലും അവിടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തൊരു കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ്സ് ലിറ്ററലി ലൈക്ക് കംപ്ലീറ്റ്ലി ഓക്കെ. കാരണം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെച്ച് വീഡിയോ ചെയ്താൽ നമുക്ക് ചെയ്യാനേ പറ്റില്ല. പക്ഷേ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ദെൻ നമ്മൾ വീഡിയോ ചെയ്യുന്നു. സോ ഈ ഒരു 2 കാര്യങ്ങളാണ് ലൈക്ക് മെയിൻലി ലൈക്ക് എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ലൈക്ക് ടുവേർഡ്സ് ആൾക്കാരുടെ തോട്ട്സ് ആൻഡ് ഓൾ, അത് ചേഞ്ച്ഡ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ലിറ്ററലി ലൈക്ക് കേപ്പബിൾ ആയി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞു ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചു. ആൻഡ് ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാം, ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു ബിസിനസ്സൊക്കെ റൺ ചെയ്യാനുള്ള ഒരു ചെറിയൊരു സംഭവമൊക്കെ കിട്ടി തുടങ്ങി അങ്ങനെ. ആൻഡ് ഇപ്പൊ ഈ ഫോൺ അനങ്ങാതിരിക്കുന്നില്ലേ, അത് പിടിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ ഒരു സ്മോൾ വിന്നാണ്. കാരണം ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. ഞങ്ങൾ ലിറ്ററലി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാതെ എങ്ങനെ ഇരിക്കും. ഓക്കെ ഫൈൻ, വി നീഡ് ദിസ് മെനി സപ്പോർട്ട് ലൈക്ക് സപ്പോർട്ടിങ് പീപ്പിൾ. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ശരിക്കും അങ്ങനെ വിചാരിച്ചിരുന്നു. ബട്ട് റൈറ്റ് നൗ വി ബിലീവ് ഓക്കെ ഫൈൻ, സെൽഫ് സഫിഷ്യന്റ് ആയിട്ട്. അതെ, ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്തി. ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് ourselves for that. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഇസ് ദ ഹിഡൻ ടാലന്റ് ഓഫ് കൃഷ്ണ ആൻഡ് പൂജ? ഹിഡൻ ടാലന്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹിഡൻ ടാലന്റ് ആയതുകൊണ്ട് അത് ഹിഡനായി തന്നെ ഇരിക്കട്ടെ. ഹിഡൻ ടാലന്റ് പ്രോസസ്സിംഗ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വരാം. ഹിഡൻ ആയതുകൊണ്ട് എനിക്ക് പോലും അറിയില്ല ഗൈസ് എന്നൊക്കെ. ആൻഡ് യെസ്, അങ്ങനെ അതായിരുന്നു അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം, നമ്മൾ ആൻസർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാൻ ചെറിയൊരു മടി ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കമന്റ് ചെയ്യണം. അതെ, 3 കൊല്ലം മുന്നത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ ഇപ്പൊ ആൻസർ ചെയ്തത്. പക്ഷെ ഇനിയുള്ളത് ഞങ്ങൾ ഇപ്പൊ തന്നെ ആൻസർ ചെയ്യും. അതെ, അപ്ഡേറ്റുകളുടെ കാര്യം പറയണം. ആൻഡ് ഈ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ, നമ്മളിപ്പോൾ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളെല്ലാവരും നാട്ടുകാരൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളത് നിങ്ങളും കൂടിയാണ്. നമ്മുടെ സ്വന്തം ഓൺലൈൻ കമ്മ്യൂണിറ്റി. എവിടേക്കും നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കണ്ട് ചിരിക്കാൻ പറ്റിയ, അറിയാൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ കൂടെ ഈ ഒരു 5 വർഷമായിട്ടുള്ള ജേർണിയിലുള്ള എല്ലാവർക്കും, പുതിയ ആൾക്കാർക്കും എല്ലാവർക്കും വലിയൊരു ബിഗ് താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല. ആൻഡ് അപ്ഡേറ്റുകളുടെ കാര്യം 3 അപ്ഡേറ്റ് ഉണ്ട്. എല്ലാം വഴിയേ വരും. എപ്പോൾ വരും, എപ്പോഴും വരും, ആർക്കും ഇല്ലത്. വര വേണ്ടിയ നേരത്തിൽ വന്നാൽ മതി, വരും. അപ്പോ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. അപ്പൊ അങ്ങനെയാണ്. ബൈ.